ongoing thing. Hello friends and welcome to another class by Daily English Classroom. ഇന്നത്തെ ക്ലാസ്സിൽ SSLC അക്കാഡമിക് സപ്പോർട്ട് ഡയറ്റ് എറണാകുളം തയ്യാറാക്കിയ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഒന്നാമത്തെ ചോദ്യം, റീഡ് ദ ഫോളോയിങ് എക്സെപ്റ്റ് ഫ്രം അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ എന്നുള്ള 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന പാഠത്തിലെ ഒരു പാരഗ്രാഫാണ് തന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട 4 ചോദ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. Though the combatants were unaware of my presence in the banyan tree, they soon became aware of the arrival of 2 other spectators. One was a myna and the other a jungle crow. They had seen these preparations for battle and they had settled on the cactus to watch. All would have well with both of them. The cobra stood on the defensive, swaying slowly from side to side, trying to mesmerize the mongoose into making a false move. But the mongoose knew the power of his opponent's glassy, unwinking eyes and refused to meet them. ഒന്നാമത്തെ ചോദ്യം, pick out the word from the passage that means to hypnotize. അപ്പോൾ ഇവിടെ ടു ഹിപ്നോട്ടൈസ് എന്നർത്ഥം വരുന്ന ഒരു വാക്ക് ഈ പാരഗ്രാഫിൽ നിന്ന് എടുത്തെഴുതാനാണ്. നമുക്കറിയാം ആ വാക്ക് മെസ്മറൈസ് എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം, ഹൂ വെർ ഫൈറ്റിംഗ് ഈച്ച് അതർ. അതിൻ്റെ ആൻസർ ദ സ്നേക്ക് ആൻഡ് ദി മംഗൂസ്. മൂന്നാമത്തെ ചോദ്യം, വിച്ച് സെൻറ്റൻസ് പ്രൂവ് ദാറ്റ് കോബ്ര വാസ് എ ഗുഡ് ഫൈറ്റർ. ഈ കോബ്ര വളരെ ശക്തനായ ഒരു ഫൈറ്ററാണെന്ന് പറയുന്ന സെൻറ്റൻസ് ഏതാണ്? അപ്പോൾ നമുക്കിവിടെ ദ കോബ്ര സ്റ്റുഡ് ഓൺ ദ ഡിഫെൻസീവ്, സ്വയിങ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്, ട്രൈങ് ടു മെസ്മറൈസ് ദ മംഗൂസ് ഇൻ ടു മേക്കിംഗ് എ ഫാൾസ് മൂവ്. ഇത്രയും എഴുതാം. നാലാമത്തെ ചോദ്യം, ഹൂ വെർ ദ സ്പെക്ടറ്റേഴ്സ് അറ്റ് ദ ബാറ്റിൽ. ദ സ്പെക്ടറ്റേഴ്സ് വെർ എ മൈന ആൻഡ് എ ജംഗിൾ ക്രോ. അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. റീഡ് ദ ഫോളോയിങ് പോയം, ദ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓഫ് അപ്രീസിയേഷൻ ഫോക്കസിംഗ് ഓൺ ഇറ്റ്സ് തീം, ഇമേജറി ആൻഡ് അതർ പോയറ്റിക് ഡിവൈസസ്. ഇത് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്നുള്ള പോയത്തിൻ്റെ വരികളാണ് തന്നിരിക്കുന്നത്. ഈ പോയത്തിൻ്റെ ഒരു അപ്രീസിയേഷൻ, അതിൻ്റെ തീം, ഇമേജറി, അതുപോലെ പോയറ്റിക് ഡിവൈസസ് ഒക്കെ വെച്ചിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്ന വരികൾ മാത്രമല്ല, പോയത്തിൻ്റെ മുഴുവനായിട്ടുള്ള അപ്രീസിയേഷനാണ് ഇവിടെ എഴുതേണ്ടത്. അടുത്ത ചോദ്യം ഒരു ടേബിളിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ കോളത്തിൽ പേര്, രണ്ടാമത്തെ കോളത്തിൽ ഓക്യുപ്പേഷൻ, നാഷണാലിറ്റി, ഇയർ ഓഫ് ബർത്ത്. ഈ ഒരു ഡേറ്റ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. സത്യജിത് റായ് വാസ് എ ഡാഷ് ബൈ പ്രൊഫഷൻ. അപ്പോൾ നമ്മളിവിടെ ഓക്യുപ്പേഷൻ എന്നുള്ള കോളത്തിൽ സത്യജിത് റായ് എന്താണെന്നുള്ളത് നോക്കുക. ഫിലിം മേക്കർ എന്നാണ് ഉത്തരം. ഏഴാമത്തെ ചോദ്യം, ഹൂ ഈസ് ദ സ്കോട്ടിഷ് നോവലിസ്റ്റ് ഇൻ ദ ടേബിൾ. സ്കോട്ടിഷ് നോവലിസ്റ്റ് ഏതാണ്? അപ്പോൾ അവിടെ നമുക്കറിയാം AJ ക്രോണിൻ. എട്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. നീലകണ്ഠ വാസ് വെരി അപ്സെറ്റ് വിത്ത് ദ അറൈവൽ ഓഫ് സതീഷ്. ദ നൈറ്റ് ഹി റോട്ട് ഹിസ് ഫീലിംഗ്സ് ഇൻ എ ഡയറി. വാട്ട് വുഡ് ബി ഹിസ് ഡയറി എൻട്രി. സതീഷ് വന്നതിന് ശേഷം നീലകണ്ഠ വളരെ ദുഃഖിതനായി കാണപ്പെട്ടു. അപ്പോൾ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ഡയറി എഴുതാനുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഡയറിയുടെ ഫോർമാറ്റ് കൃത്യമായി എഴുതുക. അതുപോലെ സതീഷ് വന്നതിന് ശേഷമുള്ള നീലകണ്ഠയുടെ ഫീലിങ്സ്, അത് ഒരു ഫസ്റ്റ് പേഴ്സൺ രീതിയിൽ എഴുതാനുള്ള ചോദ്യമാണ്. 5 മാർക്കിൻ്റെ ചോദ്യമാണ്. ഒൻപതാമത്തെ ചോദ്യം, ദ ബോയ് ഇൻ ദ സ്റ്റോറി അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ വാസ് ത്രിൽഡ് ബൈ ദ ഫൈറ്റ് സീൻ ബിറ്റ്വീൻ ദ കോബ്ര ആൻഡ് ദ മംഗൂസ്. നറേറ്റ് ദ സീൻ ഇൻ യുവർ ഓൺ വേർഡ്സ്. ഇത് ഫൈറ്റ് സീൻ നറേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അത് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു നറേഷൻ അത് എഴുതുക. അടുത്ത ചോദ്യം, പ്രിപ്പയർ എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ജാക്ക് ആൻഡ് ജിൽ എബൌട്ട് EMI സ്കീം ഫോർ എ ചൈൽഡ്. അപ്പോൾ ഇതൊരു കോൺവെർസേഷൻ എഴുതാനുള്ള ചോദ്യമാണ്. നെവർ നെവർ നെസ്റ്റ് എന്നുള്ള പാഠത്തിലെ 2 ക്യാരക്ടേഴ്സായ ജാക്ക് ആൻഡ് ജിൽ, അവർ ഈ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമിനെ കുറിച്ച് നടത്തുന്ന ഒരു സംഭാഷണമാണ്. അപ്പോൾ ആ ഒരു സംഭാഷണം എഴുതുക. 5 മാർക്കിൻ്റെ ചോദ്യമാണ്. 11ാമത്തെ ചോദ്യം, ദ ബോയ് ഇൻ ദ സ്റ്റോറി അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എൻജോയ്ഡ് ഹിസ് കമ്പനി വിത്ത് ബേർഡ്സ് ആൻഡ് ആനിമൽസ്. ഡ്രാഫ്റ്റ് സ്പീച്ച് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് നേച്ചർ, ഫ്രണ്ട്ലി ലൈഫ് സ്റ്റൈൽ.
അപ്പോൾ നേച്ചർ ഫ്രണ്ട്ലി ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് ഒരു സ്പീച്ച് നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ആ കൃത്യമായിട്ട് സ്പീച്ചിൻ്റെ ഫോർമാറ്റ് പാലിക്കുക. ആദ്യം ആളുകളെ അഭിസംബോധന ചെയ്യുന്ന ആ ഒരു കാര്യം എഴുതുക. അതിനുശേഷം ആ വിഷയം ടോപ്പിക് എന്താണെന്നുള്ളത് പറയുക. അതിനുശേഷം ഈ പാഠത്തിൽ വരുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രകൃതിയുമായി യോജിച്ച് ജീവിക്കുന്നതിനെക്കുറിച്ച് ഒരു സ്പീച്ച് തയ്യാറാക്കുക. അതാണ് ഈ ചോദ്യം. ഇനി നമുക്ക് രണ്ടാമത്തെ റിവിഷൻ ടെസ്റ്റ് നോക്കാം. ഇവിടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന പാഠത്തിൽ നിന്നുള്ള ഒരു പാരഗ്രാഫാണ് തന്നിരിക്കുന്നത്. ദ ഡോക്ടർ റിപ്ലൈഡ്, ഐ റാൻ ആൻഡ് റാൻ ടിൽ ഐ റീച്ച്ഡ് എ ഫ്രണ്ട്സ് ഹൗസ്. ഇമ്മീഡിയറ്റ്ലി ഐ സ്മിയർഡ് ഓയിൽ ഓൾ ഓവർ മൈസെൽഫ് ആൻഡ് ടുക്ക് എ ബാത്ത്. I changed into fresh clothes. The next morning at about 8:30, I took my friend and one or two others to my room to move my things from there. But we found we had little to carry. Some thief had removed most of my things. The room had been cleaned out. The thief had left behind one thing as a final insult. What was that? I asked. The doctor said, my vest, the dirty one. ഇനി ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് ദ ഡോക്ടർ ഡു ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ റീച്ചിങ് ദ ഫ്രണ്ട്സ് ഹൗസ്? തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലെത്തിയ ഉടനെ ഡോക്ടർ ചെയ്തത് എന്താണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സൂൺ ആഫ്റ്റർ റീച്ചിങ് ഹിസ് ഫ്രണ്ട്സ് ഹൗസ് ഹി സ്മിയർഡ് ഓയിൽ ഓൾ ഓവർ ഹിസ് ബോഡി ആൻഡ് ടുക്ക് എ ബാത്ത് ആൻഡ് ചേഞ്ച്ഡ് ടു ഫ്രഷ് ക്ലോത്ത്സ് എന്നാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. രണ്ടാമത്തെ ചോദ്യം, വെൻ ഡിഡ് ഹി ലീവ് ഹിസ് ഫ്രണ്ട്സ് ഹൗസ്? അതിൻ്റെ ഉത്തരം ഈ ഒരു പാരഗ്രാഫിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ദ നെക്സ്റ്റ് ഡേ അബൌട്ട് 8:30 ഇൻ ദ മോർണിംഗ്. മൂന്നാമത്തെ ചോദ്യം, വാട്ട് വാസ് ഹിസ് ഇൻറ്റൻഷൻ ഇൻ ടേക്കിംഗ് ഹിസ് ഫ്രണ്ട് ആൻഡ് വൺ ഓർ ടു അതേഴ്സ് ഇൻ ടു ഹിസ് റൂം? അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം അറിയാം. ടു മൂവ് ഹിസ് തിങ്സ് ഫ്രം ഹിസ് റൂം. നാലാമത്തെ ചോദ്യം, ദ തീഫ് ഹാഡ് ലെഫ്റ്റ് ബിഹൈൻഡ് വൺ തിങ്. വാട്ട് വാസ് ലെഫ്റ്റ് ബിഹൈൻഡ്? അതിൻ്റെ ഉത്തരം ഹിസ് ഡർട്ടി വെസ്റ്റ്. ദ തീഫ് ഹാഡ് ലെഫ്റ്റ് ബിഹൈൻഡ് ഹിസ് ഡർട്ടി വെസ്റ്റ്. അടുത്ത ചോദ്യം 5 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾ. റീഡ് ദ ലൈൻസ് ഫ്രം ദ പോയം ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന പോയത്തിലെ വരികൾ തന്നിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. ഹൗ ഡിഡ് ദ നേച്ചർ ലിങ്ക് മാൻ? അപ്പോൾ ഈ ഒരു ചോദ്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, ഈ പോയത്തിൻ്റെ വരികൾ അതുപോലെ എഴുതരുത്. അതൊരു സെൻറ്റൻസ് ആക്കിയിട്ട് വേണം നമ്മൾ എഴുതാൻ. ദ നേച്ചർ ലിങ്ക് മാൻ വിത്ത് ഹെർ ഫെയർ വർക്ക്സ്. നേച്ചർ ലിങ്ക് മാൻ വിത്ത് ഹെർ ഫെയർ വർക്ക്സ് എന്ന് ഉത്തരം എഴുതാം. വൈ വാസ് ദ പോയറ്റ് ഗ്രീവ്ഡ്? അതിൻ്റെ ഉത്തരം ഇവിടെ കൃത്യമായിട്ട് ഈ ഒരു വരികളിലില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉത്തരം എഴുതണം. ദ പോയറ്റ് ഗ്രീവ്ഡ് ദ ക്രൂവൽറ്റീസ് ഡൺ ബൈ ഹ്യൂമൻ ബീയിങ്സ് ടു നേച്ചർ. ഏഴാമത്തെ ചോദ്യം, വാട്ട് ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് യൂസ്ഡ് ഇൻ ദീസ് ലൈൻസ്? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണ്? അപ്പോൾ നമുക്കറിയാം, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് പേഴ്സോണിഫിക്കേഷനാണ്. പ്രകൃതിയെ ഒരു വ്യക്തിയെ പോലെ പരിഗണിച്ച് ഇവിടെ ഹെർ എന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഒരു പേഴ്സോണിഫിക്കേഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉത്തരമായിട്ട് പേഴ്സോണിഫിക്കേഷൻ എന്ന് എഴുതുക. എട്ടാമത്തെ ചോദ്യം, റൈറ്റ് ദ റൈം സ്കീം ഓഫ് ദ പോയം. ഈ പോയത്തിൻ്റെ റൈം സ്കീമാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. പല കുട്ടികളും ഈ റൈം സ്കീം ചോദിച്ചാലും റൈമിംഗ് വേർഡ്സ് എഴുതി വെക്കുന്നുണ്ട്. ഇവിടെ റൈം സ്കീമാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം എ ബി എന്നാണ്. നമുക്ക് 2 റൈം സ്കീമേ പഠിക്കാനുള്ളൂ. ഈ പോയത്തിൻ്റെ റൈം സ്കീമായ എ ബിയും അതുപോലെ തന്നെ ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗണിലെ ABCBയും അത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കുക. 9ാമത്തെ ചോദ്യം, ഇമാജിൻ ദാറ്റ് ദർ ആർ മെനി ചിൽഡ്രൻ ഇൻ യുവർ ലൊക്കാലിറ്റി ഹു ഹാവ് സിമിലർ എക്സ്പീരിയൻസസ് ലൈക്ക് ദാറ്റ് ഓഫ് വാങ്ക. റൈറ്റ് എ ലെറ്റർ ടു ദ എഡിറ്റർ ഓഫ് എ ന്യൂസ് പേപ്പർ ഡിസ്ക്രൈബിംഗ് ദ സാഡ് പ്ലൈറ്റ് ഓഫ് സച്ച് ചിൽഡ്രൻ ആൻഡ് ദ നീഡ് ടു അപ്ലിഫ്റ്റ് ദം. അപ്പോൾ ഈ വാങ്കയെ പോലെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റർക്ക് ഒരു ലെറ്റർ അയക്കാനാണ്. അപ്പോൾ ഇതൊരു ഒഫീഷ്യൽ ലെറ്ററാണ്. അപ്പോൾ ഒഫീഷ്യൽ ലെറ്ററിൻ്റെ ഫോർമാറ്റിൽ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ എഴുതുക. അടുത്തത്, പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഹോമിയോപ്പതി ഇൻ ദ സ്റ്റോറി ദ സ്നേക്ക് ആൻഡ് ദി മിറർ. ഹോമിയോപ്പത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യം, റൈറ്റ് എ പ്രൊഫൈൽ ഓഫ് വൈക്കം മുഹമ്മദ് ബഷീർ യൂസിങ് ദ ഫോളോയിങ് ഹിൻസ്. നമുക്ക് ഹിൻസൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഹിൻസൊക്കെ
നമ്മൾ മുഴുവൻ സെൻറ്റൻസുകളാക്കി തെറ്റാതെ മിസ്റ്റേക്ക് ഒന്നുമില്ലാതെ എഴുതുക. അപ്പോൾ നമ്മൾ ആദ്യം വൈക്കം മുഹമ്മദ് ബഷീർ എന്നുള്ള ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം വൈക്കം മുഹമ്മദ് ബഷീർ വാസ് ബോൺ ഓൺ January 19 in 1908 in Kerala. He is known as Bepur Sultan, humanist, freedom fighter, novelist and short story writer. His important works are Balyakalasaki, Shabdangal, Pathummade Aadu, Madilakal and Janmadinam. He was awarded Padma Shri in 1982 and he died on July 5 in 1994. ഈ രീതിയിൽ എഴുതുക. 12ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. Imagine you got an opportunity to meet the homeopath. Write 4 questions that you would like to ask him. ഇവിടെ 4 ചോദ്യങ്ങൾ തയ്യാറാക്കാനാണ്. ചോദ്യങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ആ ചോദ്യത്തിൻ്റെ ഫോർമാറ്റിൽ തന്നെ നമ്മുടെ ചോദ്യങ്ങൾ എഴുതുക. ഒരു 4 മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ ചോദിക്കാം. വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ് in staying in a rented house? How did you escape from the snake? What was your feeling when the snake coiled around your arm? How did you feel when you understood that your things are stolen by a thief? What is your opinion about the thief? Whom did you marry? Was she a fat woman? ഇങ്ങനെ അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതുക. അപ്പോൾ ആ ഒരു കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റായിട്ടുള്ള വെർബ്, സബ്ജക്റ്റ്, ഒബ്ജക്റ്റ് ആ സ്ട്രക്ചറിൽ തന്നെ ആയിരിക്കണം നമ്മൾ എഴുതുന്ന ക്വസ്റ്റ്യൻസ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ചോദ്യമാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് സമയം നോക്കിയിട്ട് വേണം കാര്യങ്ങൾ എഴുതാൻ. അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു കോൺവെർസേഷൻ മുഴുവൻ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ABCD എന്നവിടെ കൊടുത്തിട്ടുണ്ട്. അത് A എന്താണോ അതിൻ്റെ ഉത്തരം അത് എഴുതുക, B എഴുതുക, CD അങ്ങനെ ആ ഉത്തരം മാത്രം ഇവിടെ എഴുതിയാൽ മതി. ഫ്രണ്ട് അടിച്ചായ് യു ഹാവ് ക്രിയേറ്റഡ് ആഫ്രിക്കൻ ക്യാരക്ടേഴ്സ്. അവിടെ ഒരു ക്വസ്റ്റ്യൻ ടാഗാണ് ഉപയോഗിക്കേണ്ടത്. ഹാവിൻറ്റ് യു. യു ഹാവ് ക്രിയേറ്റഡ് ആഫ്രിക്കൻ ക്യാരക്ടേഴ്സ് എന്നുള്ളതിൽ ഓക്സിലറി വെർബായ ഹാവ് എടുക്കുന്നു. സെൻറ്റൻസ് പോസിറ്റീവായതുകൊണ്ട് നെഗറ്റീവ് ഉപയോഗിക്കുന്നു. ഹാവിൻറ്റ്, പിന്നെ ഇവിടെ ചേരുന്ന പ്രൊപ്പോസിഷൻ യു. അപ്പോൾ ഹാവിൻറ്റ് യു. യെസ് ഐ ഹാവ്. ഇറ്റ്സ് നോട്ട് എ ന്യൂ ഐഡിയ. ഫ്രണ്ട് അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഐ ഗോട്ട് ദിസ് ഐഡിയ ഫ്രം എ ബുക്ക് റിട്ടൺ ബൈ ആൻ ആഫ്രിക്കൻ ഓഥർ. അപ്പോൾ എവിടെ നിന്നാണ് ഈ ഐഡിയ കിട്ടിയത് എന്നാണ് ചോദിക്കേണ്ടത്. വേർ ഡിഡ് യു ഗെറ്റ് ദിസ് ഐഡിയ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്കവിടെ എഴുതാം. ഇഫ് യു ക്രിയേറ്റ് മോർ ആഫ്രിക്കൻ റൈറ്റേഴ്സ്, ഇതൊരു ഇഫ് ക്ലോസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇഫ് പ്ലസ് പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് വിൽ, ഷാൾ, ക്യാൻ ഇതിലേതെങ്കിലും ഒരെണ്ണം പ്ലസ് V1 ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഇഫ് യു ക്രിയേറ്റ് മോർ ആഫ്രിക്കൻ റൈറ്റേഴ്സ്, മോർ ആഫ്രിക്കൻസ് വിൽ റീഡ് യുവർ ബുക്സ് എന്ന് എഴുതാം. വിൽ പ്ലസ് V1 ആയിട്ട് എഴുതാവുന്നതാണ്. അടുത്തത് ദ മോർ ആഫ്രിക്കൻ ബുക്സ് യു റൈറ്റ് ഡാഷ്. ഇത് ദ മോർ എന്നുള്ള കൺസ്ട്രക്ഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ദ മോർ എന്ന് ചേർത്തിട്ടുള്ള ഒരു സെൻറ്റൻസ് എഴുതണം. ദ മോർ ആഫ്രിക്കൻ ബുക്സ് യു റൈറ്റ് ദ മോർ പോപ്പുലർ യു ബിക്കം. ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് എഴുതാം.